ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. പല ആൾക്കാർക്ക് ഒരു തെറ്റായ ധാരണ ഉണ്ട്. 9ാം ക്ലാസ് ഫിസിക്സിൽ രണ്ടാമത്തെ പാഠം മാത്രമേ ഗ്രാഫ് ചോദിക്കുള്ളൂ എന്ന്. അല്ല, ശരിക്കും ഒരു 3ഓളം പാഠത്തിൽ 10ഓളം ഗ്രാഫുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ 10 ഗ്രാഫ് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരാ? പൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ പൊളി. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 10 ഗ്രാഫുകളാണ്. എത്ര ഗ്രാഫുകളുടെ? 10 എണ്ണം. വീഡിയോയിൽ മുഴുവൻ കണ്ട് 10 ഗ്രാഫും പഠിക്കുന്നു, വീഡിയോ ലൈക്ക് അടിക്കുന്നു, കമൻറ്റ് ചെയ്യുന്നു, നമ്മൾ കത്തിക്കുന്നു. നാളത്തെ എക്സാം നമ്മൾ കോൺഫിഡൻസോട് കൂടി എഴുതുന്നു. റെഡി അല്ലേ? സാറേ, ഏതാണ് 1ാമത്തെ ഗ്രാഫ്? നമ്മൾ റിവേഴ്സ് ഓർഡറിൽ പഠിക്കാം. ഏത് ലാസ്റ്റ് പാഠം? 8ാമത്തെ പാഠം. 8ാമത്തെ പാഠത്തിന്റെ പേരെന്താ? സൗണ്ട്. ആ പാഠത്തിൽ വല്ല ഗ്രാഫും പഠിക്കാനുണ്ടോ? ഇല്ല, ഒരു ഗ്രാഫും നിങ്ങൾക്ക് പഠിക്കാനില്ല. പിന്നെ നമുക്ക് 7ാമത്തെ പാഠം നോക്കാം. 7ാമത്തെ പാഠത്തിന്റെ പേരെന്താ? കറണ്ട്, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ധാരാവൈദ്യുതി. ഇല്ലേ? ആ പാഠത്തിൽ ഗ്രാഫ് ഉണ്ടോ? ഉണ്ട് മക്കളെ, ഗ്രാഫ് ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട ഗ്രാഫ് ഉണ്ട്, ഓംസ് ലോ. ഓംസ് ലോന്റെ ഗ്രാഫ് പഠിക്കാതെ ഒരുത്തം പോയാൽ തീർന്ന്. ഓംസ് ലോന്റെ ഗ്രാഫ് എന്താ? നിങ്ങൾക്ക് ഇതാ വോൾട്ടേജും കറണ്ടും ഇങ്ങനെ വരയ്ക്കും, ഒരു കുത്തുള്ള വരണ്ട് വരയ്ക്കും. ഇതാണ് ഓംസ് ലോന്റെ ഗ്രാഫ്. ഓർക്കണം, ഇവിടെ വോൾട്ടേജ് ആണ്, ഇവിടെ കറന്റ് ആണ്, ഒരു കേറ്റാണ്, ഒരു കേറ്റ. ഇതാണ് ഓംസ് ലോന്റെ ഗ്രാഫ്, ഓം നിയമത്തിന്റെ ഗ്രാഫ്. വല്ല ബുദ്ധിമുട്ടുണ്ടോ? സോ 1ാമത്തത് എൻ്റെ കൂടെ പഠിച്ചില്ലേ? പഠിക്കണം, ലൈക്ക് അടിക്കണം, കത്തിക്കണം. സാറേ, ഒന്ന് പഠിച്ച്. 2ാമത്തെ പാഠം. ഇനി ഏത് പാഠം? സാറേ, 7ാമത്തെ പാഠം കഴിഞ്ഞാൽ പിന്നെ 6ാമത്തെ പാഠം. 6ാമത്തെ പാഠത്തിന്റെ പേരെന്താ? വർക്ക് ആൻഡ് എനർജി, പ്രവൃത്തിയും ഊർജ്ജവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പാഠത്തിൽ വല്ല ഗ്രാഫ് ഉണ്ടോ? ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഈ പാഠത്തിലെ ലെറ്റസ് ആസസ്, വിലയിരുത്താം എന്നുള്ള ഭാഗത്ത് ഒരു ഗ്രാഫ് ഉണ്ട്. ഒരു കല്ല് നിങ്ങൾ മുകളിലോട്ട് എറിയുകയാണെന്നുണ്ടെങ്കിൽ ആ കല്ലിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്? ആ കല്ലിൻ്റെ സുഹൃത്തുക്കളെ ഗ്രാഫ്, ഹൈറ്റും ഏത് എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ഗ്രാഫ് എന്താണ്? ഉയരം കൂടുന്തോറും അതിൻ്റെ കൈനറ്റിക് എനർജി അഥവാ ഗതിക്കോർജ്ജം വെച്ചിട്ടുള്ള ഗ്രാഫ് എന്താണ്? ഇവിടെ ഒരു കോമൺ സെൻസോടൊന്ന് ആലോചിക്കുക. ഒരു കല്ല് നമ്മൾ മുകളിലോട്ട് എറിയുമ്പോൾ എന്താ സംഭവിക്കുക? സാർ, അത് മുകളിലോട്ട് ഇങ്ങനെ പോകുമ്പം അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വരും. കൈനറ്റിക് എനർജി കുറയും, ഗതിക്കോർജ്ജം കുറയും. സോ അതിൻ്റെ ഗ്രാഫ് റിവേഴ്സ് ഓർഡറിലാണ് ഉണ്ടാകുക. കൈനറ്റിക് എനർജി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മുകളിലോട്ട് പോകുന്ന സമയത്ത് കൈനറ്റിക് എനർജി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ നമ്മൾ 6ാമത്തെ പാഠത്തിലെ ഗ്രാഫും പഠിച്ച്. ഇനി അടുത്ത പാഠം നോക്കാം. ഏതാ സാറേ അടുത്ത പാഠം? 5ാമത്തെ പാഠം. ഏതാ 5ാമത്തെ പാഠത്തിന്റെ പേര്? ബോയൻസി, പ്ലവക്ഷമ ബലം. സാർ, അതിൽ പ്രത്യേകിച്ച് ഗ്രാഫ് ഒന്നുമില്ല. പിന്നെ നമ്മൾ 4ാമത്തെ പാഠം നോക്കാം. 4ാമത്തെ പാഠത്തിന്റെ പേരെന്താ? സാറേ, 4ാമത്തെ പാഠത്തിന്റെ പേര് ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണം. അതിൽ വല്ല ഗ്രാഫ് ഉണ്ടോ? നോ 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 നോ, അതിലും ഗ്രാഫ് ഇല്ല. പിന്നെ 3ാമത്തെ പാഠം നോക്കുകയാണെങ്കിൽ 3ാമത്തെ പാഠത്തിൽ ഗ്രാഫിന്റെ പ്രോബ്ലം ഉണ്ടാവും. പക്ഷെ ആ ഗ്രാഫിന്റെ പ്രോബ്ലം ഏത് പാഠവുമായി ബന്ധപ്പെട്ടതാ? 2ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ടതാ. ഏത്? 2 ടൈപ്പ് ഗ്രാഫ് ഉണ്ടല്ലോ, പൊസിഷൻ ടൈം ഗ്രാഫ്, സ്ഥാന സമയ ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, പ്രവേഗ സമയ ഗ്രാഫ്. അതുമായി ബന്ധപ്പെട്ട ഗ്രാഫാണ് 2ലും 3ലുള്ളത്. നമ്മൾ ആ ഗ്രാഫാണ് കീറി മുറിച്ച് പഠിച്ചാലോ? സാറേ, 1ാമത്തെ ഗ്രാഫാണ് പൊസിഷൻ ടൈം ഗ്രാഫ് അഥവാ സ്ഥാന സമയം ഗ്രാഫ്. ഞാൻ പഠിപ്പിച്ചാലടാ, സിമ്പിളാണ്, നിസ്സാരാണ്, വളരെ എളുപ്പമാണ് ഫിസിക്സ്. എൻ്റെ മക്കൾ ഇങ്ങോട്ട് നോക്കടാ. ആരെങ്കിലും ഒരാൾ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ്, അയ്യോ സാറേ മലയാളം പറയോ, സ്ഥാന സമയ ഗ്രാഫ്, ഒരു സ്ഥാന സമയ ഗ്രാഫ് ഇതേപോലൊരു കയറ്റാണെന്ന് ഇരിക്കുക. എൻ്റെ മക്കൾ എന്തായാലും മനസ്സിലാക്കേണ്ടി, സാറേ അയാൾക്ക് യൂണിഫോം വെലോസിറ്റിയാണ്, സമപ്രവേഗമാണ്. യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗമാണ്. അപ്പം എൻ്റെ മക്കൾ എന്താണ് പഠിക്കുക? എപ്പോഴെങ്കിലും നമ്മൾ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് അഥവാ സ്ഥാന സമയ ഗ്രാഫ് ഇതേപോലൊരു കയറ്റം കണ്ടാൽ എൻ്റെ മക്കൾ പറയണം, നമ്മുടെ കേമ സണ്ണിക്കുട്ട, ഇതെന്താടാ? യൂണിഫോം വെലോസിറ്റിയാണ്, സമപ്രവേഗമാണ്. ഇനി നേരെ അടുത്തത് ഒരു പൊസിഷൻ ടൈം ഗ്രാഫ്, ഒരു സ്ഥാന സമയ ഗ്രാഫ് ഇതേപോലൊരു വരയാണെന്നുണ്ടെങ്കിൽ, ഇതേപോലെ സമാന്തരമായ പാരലായിട്ടുള്ളൊരു വരയാണെങ്കിൽ അതിനർത്ഥം എന്താടാ? സാറേ, 1ാമത്തെ മിനിറ്റിലും അവിടെ തന്നെയാണ്, 2ാമത്തെ മിനിറ്റിലും അവിടെ തന്നെയാണ്, 3ാമത്തെ മിനിറ്റിലും അവിടെ തന്നെയാണ്. വസ്തു റെസ്റ്റിലാണ്. ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്. വസ്തു നിശ്ചലാവസ്ഥയിലാണ്, അയാൾ അനങ്ങുന്നില്ല. സോ അനങ്ങാത്ത ഒരാളുടെ, ഒന്നും അനങ്ങാത്ത ഒരാളുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്താണെന്ന് ചോദിച്ചാൽ അതിങ്ങനെ ആയിരിക്കും. സെറ്റല്ലേ? സമയമെടുത്തോ, വീഡിയോ വേണമെങ്കിൽ ബാക്ക് അടിച്ചോ. ഈ 10 ഗ്രാഫ് പഠിക്കാണ്ട് പോകരുത്. ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 10 ഗ്രാഫുകൾ പഠിക്കണം. റെഡി? വീണ്ടും പറയുന്നേ, ഗ്രാഫ് പഠിച്ച് ഞാൻ നോക്കും. ഈ പഠിച്ച ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനൽ ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് അടിക്കുക, വെറുതെ ചുളുവിൽ. സാർ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി എന്താ ഈ പാഠത്തിലുള്ള അടുത്ത ഗ്രാഫ്? ഈ പാഠത്ത് പറയുന്ന മറ്റൊരു ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്, പ്രവേഗ സമയ ഗ്രാഫ്. സിമ്പിളാ, വളരെ എളുപ്പമാണ്. എപ്പോഴെങ്കിലും ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു കയറ്റാണെന്ന് ഇരിക്കുക. അപ്പം എൻ്റെ മക്കൾ എന്തായാലും മനസ്സിലാക്കേണ്ടി, ഓ മൈ ഗോഡ് സാർ, അയാളുടെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, ആക്സലറേഷൻ.
ത്വരണമാണ്. സ്പീഡ് കൂടുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ആക്സലറേഷൻ, ത്വരണമാണ്. എപ്പോഴെങ്കിലും ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് താഴോട്ടൊരു ഇറക്കാണെന്നിരിക്കുക, അപ്പം എൻ്റെ മക്കൾ എന്താ മനസ്സിലാക്കേണ്ട? ഇറങ്ങൾക്ക് റിട്ടാർഡേഷൻ, മന്ദീകരണം. എന്താ വിളിക്കുക? മന്ദീകരണം. ഇവിടെ സ്പീഡ് കൂടുന്നു, ഇവിടെ സ്പീഡ് എന്താണ് ചെയ്യുന്നത്? കുറയുന്നു. സാർ അടുത്ത ദിവസം ഈ പാഠത്തിൽ വേറെ എന്തെങ്കിലും ചോദിക്കുമോ? ഓ ചോദിക്കുമല്ലോ, ഇങ്ങനെ തരും. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന് ആലോചിക്കടാ. ഒന്നാമത്തെ സെക്കൻഡിലും അതേ സ്പീഡ്, രണ്ടാമത്തേലും അതേ വെലോസിറ്റി, മൂന്നാമത്തേലും അതേ വെലോസിറ്റി. സാറേ വെലോസിറ്റി മാറുന്നില്ല, യൂണിഫോം വെലോസിറ്റി. എന്താ വിളിക്കുക? യൂണിഫോം വെലോസിറ്റി, സമപ്രവേഗം, സിമ്പിൾ സമപ്രവേഗം. സാറേ നാലാമത്തെ എന്താ? അയ്യോ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് അത്ര പിത്തറ തവളാച്ചി ഇങ്ങനെയൊക്കെ ഉള്ളത്. അതിനർത്ഥം എന്താ? അയ്യോ അതിൻ്റെ സ്പീഡ് കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്. സാറേ പക്ഷെ അതൊരു ഓർഡറിലല്ല. അപ്പം നമ്മൾ പറയും നോൺ യൂണിഫോം ആക്സലറേഷൻ, സമമല്ലാത്ത ത്വരണം. ഓക്കെ അല്ലേ? ആ സമത്വരണം, ആ സമത്വരണം. ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? എടാ അതൊരു യൂട്യൂബ് വീഡിയോ അല്ലേ? ഇനി മക്കൾ ബാക്ക് അടിച്ച് കേട്ടോ, രണ്ടാമതും കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു ഈ 10 ഗ്രാഫ് പഠിക്കാണ്ട് എക്സാം ഹാളിലേക്ക് പോവരുത്. ഗ്രാഫൊക്കെ എന്ന് പറഞ്ഞാൽ എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ലുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ത്രില്ലിംഗ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് ഒരു ചിത്രം കൊടുക്കണം. അപ്പോൾ എല്ലാ ചിത്രങ്ങളും പഠിച്ചു പോകണം. അല്ലെങ്കിൽ അവർക്ക് ഗ്രാഫ് കൊടുക്കണം. സോ എൻ്റെ മക്കളെ ഗ്രാഫ് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. സോ നന്നായിട്ട് പഠിച്ചു പോവുക. ഏതെങ്കിലും ഒന്ന് എന്തായാലും ചോദിക്കും. സോ ഇതിൽ അടുത്തത് നല്ലോണം നോക്കണേ. സാർ അടുത്തത് എന്താ? ഇങ്ങനെ എൻ്റെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ്, ഒരു പ്രവേഗ സമയ ഗ്രാഫ് ഇങ്ങനെയൊക്കെ തന്ന അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ മക്കൾക്ക് ഓൾറെഡി അറിയാം. സാറേ കയറ്റമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? സാറേ സ്പീഡ് കൂടുന്നു, ആക്സലറേഷൻ, ത്വരണം. സാറേ ഈ ഭാഗത്ത് എന്താ? ഒരേ വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി. സാറേ താഴോട്ടാണെങ്കിൽ എന്താ? റിട്ടാർഡേഷൻ, മന്ദീകരണം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ 3 ചിത്രങ്ങൾ ഞാൻ ഒന്നായിട്ട് കൊടുത്തതാ. സാറേ സ്പീഡ് കൂടുന്നു, ഒരേ വെലോസിറ്റി, സ്പീഡ് കുറയുന്നു. ആക്സലറേഷൻ, സെയിം വെലോസിറ്റി, റിട്ടാർഡേഷൻ. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ത്വരണം, മന്ദീകരണം, ഒരേ പ്രവേഗം. സിമ്പിളാടാ. ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ തരും. ഈ ഒരു ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അപ്പോൾ എൻ്റെ മക്കൾ പറയണം സാറേ ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ, പ്രവേഗ സമയം ഗ്രാഫ് അല്ലേ, കൂടുന്നുണ്ട് കുറയുന്നുണ്ട്, ആക്സലറേഷനും ഉണ്ട്, റിട്ടാർഡേഷനും ഉണ്ട്, ത്വരണവുമുണ്ട്, മന്ദീകരണമുണ്ട്. എളുപ്പം, വളരെ വളരെ എളുപ്പം. സുഹൃത്തുക്കളെ ഇവിടുന്ന് എക്സാമിന് വേറെ എന്തെങ്കിലും ചോദിക്കുമോ? ഇല്ല. ഇനി ഒന്നാമത്തെ പാഠത്തിൽ വല്ലതും ഉണ്ടോന്ന്? നമ്മൾ ഒന്നാമത്തെ പാഠം ഏതാ? ആ ലൈറ്റിൻ്റെ പാഠം. അതിൽ വല്ല ഗ്രാഫും ഉണ്ടോ? ഒരു ഗ്രാഫും ഇല്ല. കഴിഞ്ഞ്. ഇതാണ് പ്രധാനപ്പെട്ട 10 ഗ്രാഫുകൾ. എൻ്റെ മക്കൾക്ക് കൂടുതൽ ഗ്രാഫുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നാളെ നമ്മളെ എക്സാമാണ്. ഇന്ന് രാത്രി നമ്മളെ കലാശക്കൊട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആറ്റിക്കുറുക്കിയെടുത്ത ചോദ്യങ്ങൾ ഇന്ന് രാത്രി 7 മണിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഗൈസ് വെൽക്കം ടു എജുപോഡ്. ഈ 10 ഇക്വേഷൻസ് ഈ 10 ഗ്രാഫ് പഠിക്കാണ്ട് എക്സാമിന് പോകരുത്. റെഡി അല്ലേ? പഠിക്കുന്നു, വീഡിയോ ലൈക്ക് അടിക്കുന്നു, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുന്നു, രാത്രിയുള്ള ലൈവ് കാണുന്നു. ഗായ്സ് സീ യു ദർ. ബൈ.